നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ആഗോള ടെക് മേഖലയിൽ നിന്നും ആശങ്കകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തിലെ പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനിയായ ഒറാക്കിളും പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനിയായ ആമസോണും അവരുടെ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടു. മുതിർന്ന ജീവനക്കാരെ മാത്രം കണ്ടെത്തി പുറത്താക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഒറാക്കിളിനെതിരെ ഉയരുന്നത്. എന്നാൽ ആമസോണിലും സ്ഥിതി മറ്റൊന്നല്ല. ഇത് സാധാരണ വർഷത്തിൽ നടക്കുന്ന ഒരു പിരിച്ചുവിടൽ മാത്രമാണോ, അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒറാക്കിളിലെയും ആമസോണിലെയും പിരിച്ചുവിടലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. മുമ്പ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നടന്ന ലേ ഓഫുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം യുഎസിലെ മറ്റു ചില പ്രമുഖ കമ്പനികളിലെ പിരിച്ചുവിടലിനെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. എന്നാൽ അതിലും ഭീകരമായ പിരിച്ചുവിടലുകളാണ് ഇപ്പോൾ ആമസോണിലും ഒറാക്കിളിലും നടക്കുന്നത്. ആദ്യം നമുക്ക് ഒറാക്കിളിലെ വാർത്തകളൊന്ന് നോക്കാം. അടുത്തിടെ നടന്ന ഒറാക്കിളിന്റെ പിരിച്ചുവിടൽ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒറാക്കിൾ 30,000-ഓളം പേരെയാണ് ഇത്തവണ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് എന്നുള്ളതാണ്. ഒരു മുൻ ജീവനക്കാരിയുടെ ലിങ്ക്ഡിൻ പോസ്റ്റും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒറാക്കിളിൽ 34 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയ ജീവനക്കാരിയാണ് നീന ലൂയിസ്. ഈ പിരിച്ചുവിടലുകൾ ക്രമരഹിതമല്ല എന്നാണ് നീന പറയുന്നത്. കമ്പനി ഒരു പ്രത്യേക അൽഗോരിതം ഉപയോഗിച്ചാണ് ആളുകളെ പുറത്താക്കിയത്. ആരെയൊക്കെ പുറത്താക്കണമെന്ന് അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പ്രത്യേകിച്ച് ഉയർന്ന സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും മിഡിൽ ലോവർ മാനേജർമാരെയുമാണ് ഈ അൽഗോരിതം ഉപയോഗിച്ച് കമ്പനി ലക്ഷ്യമിട്ടത്. അതിലും ഉപരിയായി കമ്പനി ലക്ഷ്യമിട്ടത് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റോക്ക് ഓപ്ഷനുകൾ ഉള്ള മുതിർന്ന ജീവനക്കാരെയാണ്. ഇതിനായി കമ്പനി വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ഇറക്കിയതെന്നും നീന പറയുന്നു. ഇത് നീനയുടെ മാത്രം പരാതിയല്ല. 18 വർഷവും 30 വർഷവും ഒറാക്കിൾ ജോലി ചെയ്ത പലരും കമ്പനി ഈ അൽഗോരിതം ഉപയോഗിച്ചാണ് തങ്ങളെ പുറത്താക്കിയതെന്ന് പറയുന്നു. ജീവനക്കാർ പറയുന്നത് അവരുടെ ജോലിയിലെ പ്രകടനം മോശമായതുകൊണ്ടല്ല, മറിച്ച് മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകണം എന്നുള്ളത് കൊണ്ടാണ് അവരെ ഒഴിവാക്കിയത് എന്നാണ്. കൂടുതൽ ശമ്പളം നൽകുന്ന മുതിർന്ന ജീവനക്കാരെ ഒഴിവാക്കി ലാഭം കൂട്ടാനുള്ള കോസ്റ്റ് കട്ടിംഗ് നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. സെയിൽസ്, ക്ലൗഡ്, നെറ്റ്സ്യൂട്ട് തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളിൽ എല്ലാം തന്നെ ഈ പിരിച്ചുവിടലുകൾ നടന്നു കഴിഞ്ഞു. അതുപോലെ പലർക്കും വാർണിംഗ് ലെറ്റർ ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി നമുക്ക് ആമസോണിന്റെ കാര്യം നോക്കാം. ഈ ഏപ്രിൽ മാസം ആമസോൺ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒന്നായിരുന്നില്ല സംഭവിച്ചത്. യുഎസിലെ ന്യൂയോർക്ക്, വാഷിംഗ്ടൺ, കാലിഫോർണിയ തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിലായി ആയിരക്കണക്കിന് ജീവനക്കാരെയാണ് ആമസോൺ പുറത്താക്കാൻ ഒരുങ്ങുന്നത്. വാഷിംഗ്ടണിൽ മാത്രം ഏകദേശം 2200-ഓളം പേർക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റെഡ്യൂസിംഗ് ബ്യൂറോക്രസി എന്നാണ് ആമസോൺ ഇതിന് നൽകിയിരിക്കുന്ന വിശദീകരണം. മാനേജ്മെന്റിലെ ഇപ്പോഴുള്ള അനാവശ്യ പോസ്റ്റുകൾ ഒഴിവാക്കി കമ്പനിയെ കൂടുതൽ വേഗതയുള്ളതാക്കി മാറ്റാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് ആമസോൺ സീനിയർ വൈസ് പ്രസിഡന്റ് ബെത്ത് ഗാലറ്റി പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 14,000 കോർപ്പറേറ്റ് തസ്തികകളാണ് ഇത്തരത്തിൽ ആമസോൺ കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുഎസിലെ വാൺ ആക്ട് പ്രകാരം പിരിച്ചുവിടൽ നടക്കുന്നതിന് 60 ദിവസം മുമ്പ് കമ്പനികൾ തൊഴിലാളികൾക്ക് നോട്ടീസ് നൽകണം. അതനുസരിച്ച് പലയിടത്തും ഏപ്രിൽ അവസാനത്തോടെ ജീവനക്കാർ പടിയിറങ്ങേണ്ടി വരും. ഇതൊരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭാഗമല്ല, മറിച്ച് നിയന്ത്രണത്തിന്റെ ഭാഗമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധനായ മൈക്കിൾ റയാൻ പറയുന്നത്. മനുഷ്യന്റെ അധ്വാനത്തിന് പകരം ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളെ കൊണ്ടുവരാനും ലാഭവിഹിതം വർദ്ധിപ്പിക്കാനുമാണ് പ്രമുഖ ടെക് ഭീമന്മാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവ് ഇതിന്റെ വേഗത വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ രണ്ട് വാർത്തകളും വിരൽ ചൂണ്ടുന്നത് ടെക് മേഖലയിലെ വലിയൊരു മാറ്റത്തിലേക്കാണ്. കമ്പനിക്ക് വേണ്ടി വർഷങ്ങളോളം അധ്വാനിച്ച മുതിർന്ന ജീവനക്കാരുടെ തൊഴിൽ നഷ്ടമാകും. അതുപോലെ കമ്പനികൾ എഐയെ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ പല കമ്പനികളും പുതിയ തൊഴിലാളികളെ എടുക്കാതെയും ഇരിക്കും. അതുപോലെ 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഉള്ളവരെ പിരിച്ചുവിടുകയും കൂടി ചെയ്താൽ തൊഴിലില്ലായ്മ രാജ്യത്ത് രൂക്ഷമാകും.